പരിശുദ്ധ പരമദിവ്യകാരുണ്യ എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഇന്ന് ഫെബ്രുവരി മാസം 3-ാം തീയതി ചൊവ്വാഴ്ച വിശുദ്ധ അന്തോണീസിൻ്റെ മാധ്യസ്ഥം പ്രാർത്ഥിക്കാം. പുതിയൊരു പ്രഭാതം നൽകി നമ്മെ അനുഗ്രഹിക്കുന്ന നല്ല തമ്പുരാന് നന്ദി പറഞ്ഞുകൊണ്ട് പുതിയ ദിവസം ആരംഭിക്കാം. കർത്താവേ, ഇന്നത്തെ ഞങ്ങളെല്ലാ പ്രവർത്തന മേഖലകളിലും അങ്ങ് ഞങ്ങളോടൊപ്പം ഉണ്ടാകണമേ. വിജയം നൽകുന്ന അവിടുത്തെ വലം കൈ ഞങ്ങളുടെ കൂടെ നിർത്തണമേ. മത്തായി സുവിശേഷം 11-ാം അധ്യായം 12-ാം വചനത്തിൻ്റെ അവസാന ഭാഗം ധ്യാനിക്കാം. അതിനാൽ സാബത്തിൽ നന്മ ചെയ്യുക അനുവദനീയമാണ്. സാബത്ത് ദിവസം ജോലി ചെയ്ത് സമ്പാദിക്കാൻ പാടില്ലാത്ത ദിവസമാണ്. എന്നാൽ മുഴുവൻ സമയവും കർത്താവിന് വേണ്ടി കൊടുക്കേണ്ട ഒരു ദിവസം. യേശുനാമത്തെ പ്രതി സഹോദരങ്ങൾക്ക് നന്മ ചെയ്യേണ്ട ദിവസം കൂടിയാണ് സാബത്ത്. സ്വന്തം കാര്യങ്ങൾ ചെയ്യാനുള്ള സൗകര്യപ്രദമായ ദിവസമാക്കി സാബത്ത് ദിനത്തെ മാറ്റാതിരിക്കാൻ ശ്രദ്ധിക്കാം. കർത്താവെ, ഏറ്റവും ഒരുക്കത്തോടും പരിശുദ്ധിയോടും കൂടെ സാബത്ത് ആചരിക്കാനുള്ള തീക്ഷ്ണത ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും നല്ലൊരു ദിവസം ഉണ്ടാകട്ടെ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസം ഉണ്ടാകട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.